വിമാനത്താവളത്തിലെയും റെയിൽവേ സ്റ്റേഷനിലെയും ബോംബ് ഭീഷണി സന്ദേശം അയച്ച FB പ്രൊഫൈൽ ഉടമയെ തിരിച്ചറിഞ്ഞു. തെലങ്കാന സ്വദേശി നുറ്റേറ്റി രാംബാബുവിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നാണ് സന്ദേശം ലഭിച്ചത്. അന്വേഷണ സംഘം നച്ചരത്ത് നിന്നാണ് നുറ്റേറ്റി രാംബാബുവിനെ കണ്ടെത്തിയത്. ഇയാളുടെ കയ്യിൽ നിന്നും മൊബൈൽ, ലാപ്ടോപ്പ്, വൈഫൈ ഡോങ്കിൾ എന്നിവ പിടിച്ചെടുത്തു. 2 ദിവസത്തിനകം തമ്പാനൂർ സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച് പോലീസ് നോട്ടീസ് നൽകി. ഫെബ്രുവരി 12-നായിരുന്നു ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും സ്ഫോടനം ഉണ്ടാകുമെന്നായിരുന്നു ഭീഷണി. അശ്വിൻ ഡിയാഗോ നൽകും വിശദാംശങ്ങൾ. അശ്വിൻ, എന്താണ് പോലീസ് പറയുന്നത് ഇയാളെക്കുറിച്ച്? ശ്രുതി, ഈ സന്ദേശം അയച്ചയാൾ തെലങ്കാന സ്വദേശിയാണ് എന്ന കാര്യം പോലീസിന് ആദ്യമേ തന്നെ അറിയാമായിരുന്നു. തുടർന്ന് തമ്പാനൂർ സ്റ്റേഷനിൽ നിന്നുള്ള പ്രത്യേക സംഘം തെലങ്കാനയിൽ വലിയ രീതിയിൽ പരിശോധനകൾ നടത്തുന്നുമുണ്ടായിരുന്നു. ഇതിനിടയിൽ ഇയാൾ ഈ പോലീസിന്റെ സാന്നിധ്യം മനസ്സിലാക്കി നിരന്തരം സഞ്ചരിക്കുന്ന ഒരു പ്രവണതയാണ് കാണിച്ചിരുന്നത്. ഇതിനിടയിൽ നച്ചരത്ത് വെച്ചാണ് ഇയാളെ ഇപ്പോൾ പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഈ സന്ദേശം, ഭീഷണി സന്ദേശം അയച്ച ആളുടെ FB പ്രൊഫൈൽ അത് ആരുടേതാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഈ ഭീഷണി സന്ദേശം അയച്ചത് നുറ്റേറ്റി രാംബാബു എന്ന ആളുടെ FB അക്കൗണ്ടിൽ നിന്നുമാണ്. വ്യാജ അക്കൗണ്ടല്ല, അയാളുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്നാണ് ഈ ഒരു സന്ദേശം അയച്ചത് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഇയാൾ പക്ഷേ ബെയിലബിൾ ഒഫൻസുകൾ ചേർത്താണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കേരളത്തിലേക്ക് കൊണ്ടുവരാനാകില്ല. പകരം ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ വൈഫൈ ഡോങ്കിൾ എന്നിവ ഈ കേരള പോലീസ് പിടിച്ചെടുത്ത് നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്തേക്ക്, തമ്പാനൂരിലേക്ക് തിരിച്ചെത്തിയത്. 2 ദിവസത്തിനകം ഈ തമ്പാനൂർ സ്റ്റേഷനിൽ ഹാജരാകണം എന്ന നോട്ടീസ് നൽകിയ ശേഷമാണ് തമ്പാനൂർ പോലീസ് തെലങ്കാനയിൽ നിന്നും തിരിച്ചെത്തിയത്. ഇയാൾ 27-ാം തീയതി തന്നെ തമ്പാനൂർ പോലീസിന് മുന്നിൽ ഹാജരാകും എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നതും. ഇയാൾ തന്നെയാണ് ഈ ഒരു സന്ദേശം അയച്ചത് എന്ന് പോലീസ് ഏതാണ്ട് സ്ഥിരീകരിക്കുകയാണ്. പക്ഷേ ഈ ഇലക്ട്രോണിക് ഡിവൈസുകളുടെ പരിശോധന, അതിൽ നിന്ന് മാത്രമേ ഇയാൾ തന്നെയാണോ ഇത് അയച്ചത് എന്ന ഒരു പൂർണ്ണ സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും കഴിഞ്ഞ 12-നാണ് ഇത്തരത്തിൽ ഒരു ഭീഷണി സന്ദേശം ഇയാൾ അയച്ചത്. സ്വന്തം അക്കൗണ്ടിൽ നിന്നാണ് ഈ ഒരു ഭീഷണി സന്ദേശം അയച്ചത്. 2 ഇടങ്ങളിൽ സ്ഫോടനമുണ്ടാകും, സ്ഫോടന വസ്തുക്കൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഭീഷണി. 32 മണിക്കൂറിനിടയിൽ ഇത് പൊട്ടിത്തെറിക്കും എന്നതായിരുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലുമാണ് ഈ 2 ബോംബുകൾ സ്ഥാപിച്ചത് എന്നതായിരുന്നു ഭീഷണി. പിന്നീട് ഇത് വ്യാജ സന്ദേശമാണ് എന്നത് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ശ്രുതി.